സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇന്ന് വയനാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് പറ്റുകയാണെങ്കിൽ മുണ്ടക്കൈ ഒന്ന് സന്ദർശിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനും നമ്മുടെ അസ്രഫ് മാഷാണ് പോകുന്നത്. മാഷേ, എങ്ങനെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയല്ലോ അല്ലേ? അപ്പോൾ മുണ്ടക്കൈ ഏതായാലും നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുമോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? എന്താ സ്ഥിതി? മരണം സംഭവിച്ച അതെ 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 ദുരന്തം സംഭവിച്ച നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതാണല്ലോ അല്ലേ? അതെ അതെ. നമ്മളിപ്പം അവരൊക്കെ അതെ അത് ഓർക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ്. അതെ അതെ ഫാമിലിയുള്ള അംഗങ്ങളെയൊക്കെ ഒന്ന് കാണുക. അതെ 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 അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക. അതെ യെസ് യെസ് അതെ അതെ അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, പിന്നെ മുണ്ടക്കൈ വരെ ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ഏതായാലും വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മുമ്പൊക്കെ നമ്മൾ വളരെ ആഹ്ലാദത്തോടു കൂടി പോകുന്ന സ്ഥലമാണ്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് വയനാടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ജീവൻ വെടിഞ്ഞ ഒരു സ്ഥലം. അപ്പോൾ ഏതായാലും അതൊന്നും എന്താണ്, അത് ഓർക്കുമ്പോൾ തന്നെ ഒരു ഉൾക്കിടിലം ഉണ്ടാവുക. ഏതായാലും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, മുണ്ടക്കൈയിലേക്കുള്ള യാത്രയിലാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ വയനാട് സന്ദർശിക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി വീഡിയോ ഒക്കെ പകർത്തി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പേടിയുള്ളൊരു സംഭവമാണ് മഴ പെയ്യാന്നുള്ളത്. അപ്പോൾ ഈ വിജനമായ പാതയിലൂടെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ് പെയ്യുന്നത്. പക്ഷേ ഈ വിജനമായ പാതയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്, അല്ലെ എന്താണ് തോന്നുന്നത്? ഈ മഴ അങ്ങനെ പെയ്യുമ്പോൾ എന്താണ്? ഇടുങ്ങിയ ഇരുഭാഗങ്ങളിലും മലയുള്ള ഭാഗത്തെത്തുന്ന സമയത്ത് ശരിക്കും ഉള്ളിലൊരു ഭയം തന്നെ. ശരിയാ ശരിയാ. ആ രീതിയിലുള്ള മലകളാണ് ഇവിടെ മിക്ക സ്ഥലങ്ങളിലും. അതെ അതെ മലയുടെ മുകളിലെത്തി. അതെ അതെ അതെ. ഇനിയും ഇതൊക്കെ സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള പ്രകൃതിയുടെ കിടപ്പ് അങ്ങനെയാണ്. അതെ അതെ അതെ. ഏതാണ്ട് നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ മാഷേ? അല്ലേ? ഇത് നേരത്തെ ഏതായാലും ഈ സൈഡൊക്കെ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത് പോലീസുകാർ നമ്മളോട്. ആ ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇവിടം വരെ വന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ഏതായാലും സംഭവ സ്ഥലം നമുക്ക് തൊട്ടടുത്ത് നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നു അല്ലേ? ആ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതായാലും നമ്മൾ ഇവിടം വരെ വന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. പിന്നെ കാരണം സെക്യൂരിറ്റി പ്രശ്നമാവാം, നാട്ടുകാരെ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടം വരെ വന്നു. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിൽപ്പെട്ടവരോടുള്ള ഒരു നമ്മളിപ്പോൾ ഒരു മരണ വീട് നമ്മൾ സന്ദർശിക്കാറുണ്ട്. അതാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. അപ്പോൾ ആ സംഭവ സ്ഥലം സന്ദർശിക്കുക എന്നുള്ള ആ ആഗ്രഹം അതായിരുന്നു. അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടം വരെ എത്തിയത്. ശരിക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഈ പ്രകൃതി ഇതൊക്കെ കണ്ടിട്ട് സത്യത്തിലൊരു ഭയമുണ്ട്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇത് ഇടിഞ്ഞു വീഴുവാന്നോ, കാരണം അത്രയും വിജനമായ പാത, കൂറ്റൻ മലകൾ, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഏതായാലും ആ മഹാസംഭവം നടന്ന ആ സ്ഥലത്ത് നമ്മളെത്തി. നമ്മൾ അങ്ങോട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നീട് ഒരിക്കൽ വരാം. ഏതായാലും പോലീസുകാർ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓരോ വാക്കുകൾ പറയുമ്പോഴും നമ്മൾ ആ മരിച്ചുപോയ എല്ലാവരെയും, ദുരന്തത്തിൽപ്പെട്ട എല്ലാവരെയും ഓർക്കുകയാണ്. വളരെ സുന്ദരമായൊരു ഗ്രാമത്തിൽ വളരെ നല്ല ഒത്തൊരുമയോട് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ, അവരെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ്. പ്രത്യേകിച്ച് വയനാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ നല്ല മനുഷ്യരുള്ള സ്ഥലം. അപ്പോൾ ചൂരൽമല എന്ന് ബോർഡ് വെച്ച ഒരു ബസ് വരുന്നുണ്ട്. ഇതാ ഈ വാഹനങ്ങളൊക്കെ ഇതാ ഈ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല ആളുകളുള്ള സ്ഥലം, പ്രകൃതി സുന്ദരമായ സ്ഥലം. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നു. മാഷെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് അവരെ സന്ദർശിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടെയാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ശരിക്കും പുത്തുമലയിലാണ്. പുത്തുമല. പുത്തുമല. ഓക്കെ. പുത്തുമലയിലാണ്. അതെ പുത്തുമല. അതെ ആഗ്രഹിച്ചിരുന്നു. അതെ. ഏതായാലും ഇവിടം വരെ നമ്മൾ എത്തിയല്ലോ അല്ലേ? നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ അവിടേക്കും ഇതേപോലെ പെർമിഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? നോക്കാം. പിന്നെ ഇതിനൊന്നും നമ്മൾ കളവ് പറഞ്ഞു ഒന്നും അങ്ങോട്ട്. അതെ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ പോലീസുകാരോടൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഏതായാലും നമ്മള് അതെ നമ്മള് സാമൂഹ്യ പ്രവർത്തകരാണ്, ബാഡ്ജും കാർഡും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. നമ്മള് മഴ കൊണ്ട് അതെ നിയന്ത്രിക്കുന്ന പോലീസുകാർ അതെ അവര് പറയുന്ന നമ്മള് തീർച്ചയായിട്ടും ഇവിടൊക്കെ റോഡൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സംഭവശേഷമാണോ എന്നറിയില്ല. ഇനി നേരത്തെ വീതി കൂട്ടാൻ വേണ്ടി കെട്ടിയതാണോ എന്നും അറിയില്ല. ഇവിടൊക്കെ